ഇന്നൊരര, നാളെ അടുത്തൊരര എന്ന് പറഞ്ഞുകൊണ്ടേതേ കഴിഞ്ഞ വർഷം റോബിനായിരുന്നു, ഇന്ന് സെർവോസോണിക്കായി. അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ ബ്രാൻഡുകളിലേക്ക് ചോര ഊറ്റി കുടിക്കുന്ന ഒരു കൂട്ടം സാറുമാരുടെ ലീലാവിലാസങ്ങൾ കണ്ട് തഴമ്പിച്ച പ്രബുദ്ധ കേരളമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. സോ പവേഡ് ബൈ റോബിൻ സെർവോസോണിക്. ഓക്കെ, അപ്പോൾ ഇതാണ് വെള്ളരിക്കുണ്ട് ബസ് സ്റ്റാൻഡ്. രാവിലെ KSRTC പോകുന്നു. നമ്മുടെ വണ്ടി എന്തായാലും പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്കോ പോളോടെ ചാച്ചയുടെ ബസ്സാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും മണിവിഴുങ്ങി ഡിപ്പാർട്ട്മെൻറ്റിലെ ചില സാറുമാരുടെ എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, ചില സാറുമാർക്കുള്ള ചില പ്രശ്നങ്ങൾ ആണ് ഇവിടുത്തെ ഇന്നത്തെ ഒരു വലിയൊരു ഹൈലൈറ്റ്. എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര ചെറുതായി തുടങ്ങാൻ പോവുകയാണ്. എത്ര മണിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാവിലെ 5:50 അല്ലേ? 5:50 വെള്ളരിക്കുണ്ട് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ 5:50 അല്ലേ? 5:50. ഇവിടുന്ന് ഇനിയിപ്പോൾ എങ്ങനെയാണ്? ചേട്ടൻ്റെ പേരെങ്ങനെ? നമസ്കാരം. ശിവദാസൻ അല്ലേ? ഓക്കെ, തുടക്കത്തുണ്ടായിരുന്നോ? അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പിടുത്തമൊക്കെ? എങ്ങനെയാണ് അതാദ്യം കേൾക്കുന്നത്? വൈകുന്നേരം പിടിച്ചായിരുന്നു. രാവിലെ പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പം ഇതേ സ്റ്റാൻഡിൽ വെച്ചിട്ട് രാവിലെ ഇവിടെ അല്ലേ? അപ്പോൾ സാർമാർ മെനക്കെട്ട് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ച ഒരു ഇതായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും കഴിഞ്ഞ വർഷം റോബിൻ ബസ്സിന് കൊടുത്ത അതേ ബോണസ് നമുക്കും തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ എന്തായാലും പവേഡ് ബൈ റോബിൻ അതങ്ങേറ്റു. എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ശല്യത്തിൽ ഇച്ചിരി മയമുണ്ടല്ലേ? ആ പവേഡ് ബൈ റോബിൻ എന്നൊരു പേരിനുള്ള പവറാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇനി അങ്ങോട്ട് ഫുള്ള് പവർ കൊടുക്കുന്ന റോബിൻ ഗിരീഷ് എന്ന് പറയുന്ന റോബിൻ ബസ്സിന് ഓണറായ ഗിരീഷേട്ടനാണ്. ഇനി എന്തായാലും പോകുന്ന വഴിക്കത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംരംഭകൻ്റെ പുതുതായിട്ട് വരുന്ന ഓരോ സംരംഭകർക്ക് നല്ല നല്ല ഇങ്ങനെയുള്ള സ്വീറ്റ്സ് കൊടുക്കുന്ന സാറുമാർക്ക്, അതായത് എല്ലാ സാറുമാരെയും ഞാൻ പറയുന്നില്ല, മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലെ നല്ലവരായിട്ടുള്ള ഒരു കൂട്ടം സാറുമാർക്ക് പേരുദോഷം കേൾപ്പിക്കാൻ മണിവിഴുങ്ങി ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ അവർക്കിട്ട് ഇരിക്കട്ടെ. എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും അങ്ങനെ രാവിലെ വണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരെ പോകുന്നത് മൈസൂരേക്കാണ്. മൈസൂർ എത്ര മണിയാകും? മൈസൂരിലും 1 മണിക്കല്ലേ? 1 മണിയാകുമ്പോൾ മൈസൂരിലും. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞു കേട്ട് വരുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇവിടുത്തെ ഏകദേശം എത്ര മണിക്കൂർ യാത്ര? നമ്മൾ എത്ര മണിയാകുമ്പോൾ ചെല്ലും? രാവിലെ 5:30 അവിടെ നമ്മൾ 1 മണിക്ക് അവിടെ 1 മണിയാകുമ്പോൾ തന്നെ എത്തും അല്ലേ? ഓക്കെ, 5:50. എല്ലാ ഭാഗത്തും ട്രെയിനുമായിട്ട് കണക്റ്റാണ് ടൈം. ഓക്കെ, ഒന്ന് കണക്റ്റാ. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ കഥകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇനി പോകുന്ന വഴിക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്ന യാത്ര ഇടയ്ക്ക് നമുക്ക് കഥകൾ ചോദിക്കാം അല്ലേ? രാവിലെ തന്നെ പറഞ്ഞ് വിറപ്പിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിരീശ്വരൻ്റെ വണ്ടിയെ പോലെ തന്നെ സെയിം സീറ്റും സെറ്റപ്പും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അതേ വണ്ടിയെ പറഞ്ഞ രീതി തന്നെ ഉള്ള സെറ്റപ്പുകളാണ് കേട്ടോ. കണ്ടില്ലേ? 2 സൈഡിലും ഈ 2 സീറ്റ് വെച്ച് മൊത്തം 40 സീറ്റിൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ സെർവോസോണിക് എന്ന് പറയുന്ന വണ്ടിക്ക് പവർ കൊടുക്കുന്ന റോബിൻ ബസ്സാണ്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കുക. അപ്പോൾ വരേണ്ടവർക്ക് വന്ന് സമാധാനപരമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ മൈസൂരേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ട്രെയിനിൻ്റെ ആ ടൈമിങ്ങിലാണ് ഈ വണ്ടി ചെല്ലുന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് ഇതിനകത്തൊരു എക്സ്ട്രാ ഒരു TV ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവർക്ക് കാര്യമായിട്ട് TV ഒക്കെ കാണാം. ഭീമനടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കാസർഗോഡ് അല്ലേ? ഇത് കാസർഗോഡാണോ? കാസർഗോഡ് ജില്ലയിൽ നിന്ന്? ഓ വെള്ളരിക്കുണ്ടെന്ന് പറഞ്ഞ കാസർഗോഡ് ജില്ലയാണ്. ഞാൻ കണ്ണൂർ ജില്ലയാന്ന് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പറയാനത് ഭാഗ്യം. പാലം കഴിഞ്ഞാൽ കണ്ണൂർ അല്ലേ? ഓക്കെ, മിക്കവാറും ഞാൻ ഏറെ കയറണം വന്നേരെ, ഇൻട്രോ പറഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഭീമനടി എന്ന് പറയുന്ന കാസർഗോഡുള്ള ഭീമനടി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സെർവോണിക് എന്ന് പറയുന്ന സെർവോസോണിക് എന്ന് പറയുന്ന പവേഡ് ബൈ റോബിൻ, ആ പേര് തന്നെ കണ്ടില്ലേ? എടുത്ത് കാണിച്ചിരിക്കുകയാണ്. അതിന് പവർ വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ശരിയാണ്, ഇന്ത്യക്കൊരു കറൻസി ഉണ്ട്, ഇന്ത്യക്കൊരു പാസ്പോർട്ടുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു നിയമമുണ്ട്. ആ നിയമം ഒരാൾക്ക് വേണ്ടി, അതായത് ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രം അതായത് വളച്ചൊടിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. കുറച്ച് അധികം ഉദ്യോഗസ്ഥന്മാരുടെ തേർവാഴ്ച, അതായത് അവരുടെ എന്താ പറയാൻ, അതായത് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതിയ സംരംഭം കൊണ്ട് സ്വന്തം നാട്ടിൽ വന്ന് കുറച്ചാൾ നിൽക്കാമെന്ന് കരുതിയിട്ട് വരുന്നവരെ മൊത്തം
എങ്ങനെ അവരെ പിടിച്ചു കെട്ടി അവരുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ട് അത് മൊത്തം ഊറ്റിയെടുക്കുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു വൈറസ്, ഒരു ക്യാൻസർ പോലത്തെ ഒരു വൈറസാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ കാലം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മാറ്റപ്പെടേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സർവീസുകൾ ജനങ്ങൾക്ക് എന്തുമാത്രം ഉപകാരപ്രദമാകേണ്ട കാര്യമാണെന്നറിയാം. അപ്പോൾ അതെല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. എന്തായാലും വളരെ സങ്കടമുണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി രാവിലെ ഞങ്ങൾ മൈസൂരേക്ക് പോവുകയാണ്. മൈസൂർ എന്ന ആ ഒരു പ്രദേശത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ എന്തായാലും പിന്നെ എങ്ങോട്ട് പോകാനും, അതായത് ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ ഒരു ആർ ടി ഒ പറഞ്ഞല്ലേ, ഇവിടുന്ന് ഇത് ജനങ്ങൾക്ക് നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു അവർ വരെ സപ്പോർട്ടാണ്. പക്ഷേ ഇതിനകത്തിരിക്കുന്ന വെള്ളാനയായിട്ടുള്ള KSRTCയിലെ ചില ഉന്നതന്മാരുടെ ചില അതായത് ചില പിടിപ്പുകേട് എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അവരുടെ ചില പിടിപ്പുകേട് കാരണം ഇതുപോലുള്ള സർവീസുകൾ മുടക്കാൻ വേണ്ടി ആവുന്ന 18 പണി അവർ നോക്കുന്നുണ്ട്. ഗിരീഷേട്ടനെ, അതായത് റോബിൻ ബസ്സിന് ഓണറായ ഗിരീഷേട്ടനെ പെടുത്താൻ ശ്രമിച്ച പോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ ഞാനും ഈ വണ്ടിയിലൊക്കെ വന്നത് തന്നെ നമുക്ക് ഒരുപാട് നീതിനിഷേധം ഉണ്ടായതിനു ശേഷമാണ്. ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതും ഇതൊക്കെ ആധികാരികമായിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ നടുത്തെരുവിലേക്ക് വരുന്നു, അവനെങ്ങനെ ഒരു വോയിസ് ആയി മാറുന്നു എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇതുപോലുള്ള പവേർഡ് ബൈ റോബിൻ ബസ് എന്ന് പറയുന്ന ഇത്രയും ഇതിലേക്കൊക്കെ വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ കാണും ചേട്ടാ? 255 കിലോമീറ്റർ അല്ലേ, വൺ സൈഡ് അല്ലേ? 255 കിലോമീറ്റർ വൺ സൈഡ്. അപ്പോൾ എന്തായാലും പോകുന്ന യാത്ര ഒരു വെറൈറ്റി യാത്രയാണ്. കാരണം റോബിൻ ബസ്സിൽ പോയത് നമ്മൾ കോയമ്പത്തൂരിൻ്റെ ഓരോ മുക്കും മൂലയും ഇന്ന് എൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂടെ യാത്ര ചെയ്തവരാണ്. അപ്പോൾ എന്തായാലും റോബിൻ്റെ പുതിയൊരു സർവീസായിട്ടുള്ള സെർവോ സോണിക് എന്ന് പറയുന്ന പവേർഡ് ബൈ റോബിൻ്റെ ഒരു പവർ പ്രവർത്തിക്കും. ഇന്ന് മുതലേ കഴിഞ്ഞ ദിവസം മുതൽ പേര് വന്നതോടെ തന്നെ റോബിനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ശക്തമായിട്ട് അവർക്കൊരു തോളോട് തോളെ ഒരു സംരംഭകന് വേണ്ട മാക്സിമം സപ്പോർട്ടുകൾ ഗിരീഷേട്ടൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയെന്നാണ് കേട്ടത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ട്രാവൽ ചെയ്ത്, അതായത് പത്തനംതിട്ടയിൽ ട്രാവൽ ചെയ്താണ് ഈ വെള്ളരിക്കുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന വഴിക്ക് നമ്മുടെ നാട്ടിൽ പൊതുഗതാഗത സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഒരു ഹെവി ഡ്രൈവർ, ഒരു ലോഡും കൊണ്ട് പോകുന്ന വണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, ഇപ്പോൾ KSRTC എന്നില്ല, മറ്റേ പ്രൈവറ്റ് എന്നില്ല, എല്ലാവരെയും, അതായത് ലോറിയിൽ നിന്നില്ല എല്ലാ ഹെവി ഡ്രൈവർമാരും എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത് അറിയോ? കാരണം അതായത് എനിക്ക് എൻ്റെ ഒരു അനുമാനത്തിൽ ഇതിനകത്തിൽ ചില കുത്തകം ലോബികൾ ഈ ചെറു കാറുകളുടെ, അതായത് ചെറു ബൈക്കുകളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചിട്ട് ഇവരെ പ്രൊമോട്ട് ചെയ്യുക. ഈ പൊതുഗതാഗത സെറ്റപ്പുകൾ, അതായത് പൊതുഗതാഗത അതായത് ഇതുപോലുള്ള വണ്ടികളുമൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ വണ്ടി പോകത്തില്ലേ? എത്ര പേർക്ക് തൊഴിലാവും? അപ്പോൾ പൊല്യൂഷൻ കുറയും. അങ്ങനെ എന്തെല്ലാം കാര്യം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചാണ് ഞാൻ പല ഭാഗങ്ങളും ഞാൻ ആ വണ്ടിയിൽ വന്നത്. കാര്യം വണ്ടി കൊണ്ട് കയറ്റി വെക്കുക, ഹെവി വണ്ടിയുടെ മുന്നിൽ രണ്ടും കൽപ്പിച്ച്. എന്നാൽ ഞാനത് മൊത്തം വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ എന്തായാലും സംരംഭകരെ തീറ്റിപ്പോറ്റുന്ന ഒരു കൂട്ടം സാറുമാരുണ്ട്, സംരംഭകരെ പിരിഞ്ഞ് അവരെ ഊറ്റി കുടിക്കുന്ന, അവരുടെ രക്തം ഊറ്റി കുടിക്കുന്ന ഒരു കൂട്ടം സാറുമാർ ഉണ്ട്. ആ സാറുമാർക്ക് ഇരിക്കട്ടെ രാവിലെ ഒരു കുതിരപ്പന്തൽ ലൈക്ക്. ആ സാറുമാരിങ്ങനെ ഓരോ ദിവസവും ഇന്നൊരര, നാളെ അടുത്തൊരര എന്ന് പറഞ്ഞുകൊണ്ടേ കഴിഞ്ഞ വർഷം റോബിനായിരുന്നു, ഇന്ന് സെർവോ സോണിക്കായി. അങ്ങനെ ഓരോ ദിവസവും പുതിയ ബ്രാൻഡുകളിലേക്ക് ചോര ഊറ്റി കുടിക്കുന്ന ഒരു കൂട്ടം സാറുമാരുടെ ലീലാവിലാസങ്ങൾ കണ്ട് തഴമ്പിച്ച പ്രബുദ്ധ കേരളമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. അപ്പോൾ എന്തായാലും വരും തലമുറയെങ്കിലും ഇപ്പോൾ വരുന്ന, എനിക്ക് തോന്നുന്നു അത്യാവശ്യം വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇച്ചിരി ഇതാണെന്ന് തോന്നുന്നു, യൂസർ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല സംഘടനകൾ. ഇടയ്ക്ക് നിൽക്കുന്ന സംഘടനയും പല വ്യക്തി താല്പര്യങ്ങൾ. ഇപ്പം തന്നെ ഗിരീഷേട്ടന് തന്നെ അതിനകത്തൊരു ഉന്നത അധികാരിയായിരുന്നു. അതിനകത്തിലെ ആളിപ്പോൾ ഈ MBD നിന്ന് മാറി ഇപ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. മണി വിഴുങ്ങി പുള്ളി ഒരു പരുവായി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് പുള്ളി ഇവിടെ വിട്ടുപോയി, അടുത്ത ഇതിലേക്ക് പോയി. എന്ത് ചെയ്യാൻ, എന്തൊക്കെയാണ് അവസ്ഥകൾ. അയ്യോ, പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടത്, നമ്മുടെ ഇവിടുത്തെ KSRTCയിലെ ചില ഗ്രൂപ്പുകളൊക്കെ വലിയ സപ്പോർട്ടാണെന്ന് കേട്ടല്ലേ? ഇപ്പം ജനങ്ങൾ ശരിക്കും നല്ല സപ്പോർട്ടല്ലേ? അപ്പോൾ നമ്മുടെ സാരഥിയുണ്ട്, സാരഥി നമുക്ക് പിന്നെ പരിചയപ്പെടാം. നമുക്ക് ഇവിടുന്ന് നമ്മൾ വെള്ളരിക്കുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. വെള്ളരിക്കുണ്ട് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാണത്തൂർ എന്നുള്ള സ്ഥലത്ത്, പാണത്തൂരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ശരിക്കും തലക്കാവേരി അമ്പലമാണ്. തലക്കാവേരി അമ്പലം അല്ലേ? അവിടുന്ന് കുറച്ചൊരു 40 കിലോമീറ്റർ ഉണ്ട്. ശരിക്കും നമ്മൾ കുടകിന്റെ മടുത്തിട്ടാണ് നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കുടകിന്റെ അടുത്തായിട്ട്, കുടകിന്റെ മടുത്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മടിക്കേരി ആ ഏരിയ, മടിക്കേരി ആ ഏരിയ 1.5 മണിക്കൂർ ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളരിക്കുണ്ടെന്ന്
മടിക്ക് ഈ കാവേരി വാഗമണ്ഡലം തലക്കാവേരി ഒക്കെ പോകാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ദൂരമേ ഉള്ളൂ. അതായത് ഇപ്പൊ ഈ മൈസൂരിൽ ഇപ്പൊ ഒരു ടൂറിസ്റ്റ് വരുന്നവർക്ക് നമ്മുടെ വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് റിസോർട്ടുകളായി ഇപ്പോൾ. ഒരുപാട് റിസോർട്ടുണ്ട്. റാണിവരം എന്ന് പറഞ്ഞ ഒരു ഹിൽ സ്റ്റേഷനായി. പിന്നെ പാലക്കയംതട്ട്, പൈതൽമല, പിന്നെ നമ്മുടെ സെറസോണിക്കിന്റെ റിസോർട്ടുണ്ട് യൂസ്ഗിരി എന്ന സ്ഥലത്ത്. അതായത് ചെറുപുഴയിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ. ആലക്കോട് ചെറുപുഴ വഴി വരുമ്പോൾ നമുക്ക് ആലക്കോട് നിന്ന് അവർക്ക് പിക്കപ്പ് കൊടുക്കാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പിന്നെ ഹില്ലേരിയ ഇവിടെ. പിന്നെ ഒരു നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, എന്താ പറയണ്ടേ, വെള്ളത്തിൽ റിവർ റാഫ്റ്റിംഗ്. അത് 12 പേർക്ക് 10 പേർക്ക് ഗ്രൂപ്പായിട്ട് അങ്ങനെ ഒത്തിരി പാക്കേജുകൾ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിസോർട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 2-3 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനും വാഹനങ്ങളുണ്ട്, ഓഫ് റോഡുണ്ട്, എല്ലാ ദിവസവും എടുത്തൊരു കൂടുതൽ. അതായത് ഒരു ദീപാവലിയുടെ സമയത്തൊക്കെ ആണെങ്കിലും ഈ നോർത്ത് ഇന്ത്യ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന സമയമുണ്ടല്ലോ, അതായത് അവിടുത്തെ വെക്കേഷന് ഒരുപാട് ആളുകൾ നമ്മുടെ റിസോർട്ടിൽ വരുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ മൈസൂർ ഭയങ്കര തിരക്കുള്ള സമയമല്ലേ, ഇതൊക്കെ നമുക്ക് തിരക്കില്ലാതെ ആൾക്കാർക്ക് വന്ന് ഒരു 2 ദിവസം നിന്നിട്ട് എല്ലായിടത്തും പോയിട്ട് പോകാൻ പറ്റും. ജോലിയായിട്ട് പോകാൻ പറ്റും. വലിയ പക്ഷേ ഇങ്ങനെയുള്ള സംരംഭങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ സമ്മതിക്കണ്ടേ? ഇവർക്ക് ഇങ്ങനെയൊക്കെ നടുറോഡിൽ ഇറങ്ങി നിന്ന് ഓരോരോ പരിപാടി കാണിക്കുമ്പോൾ ആൾക്കാർ തന്നെ മടുത്തു പോകത്തില്ലേ? അല്ലെ, സ്വന്തം നാടിന്റെ നല്ലൊരു വികസനത്തിന് വേണ്ടി എന്തുമാത്രം പേര് വരും അതെ. അറിഞ്ഞൊരു മൗത്ത് പബ്ലിസിറ്റി കൂടെ നന്നായിട്ട് വരണം. ഒന്നെങ്കിൽ നമ്മൾ അതിന് വേണ്ട ഒഫീഷ്യൽസ് കൂടെ ചേർന്ന് നിന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാലല്ലേ ഒരു നാടിന് നാട്ടിലെ ജനങ്ങളും പ്രയോജനപ്പെടുന്നതായ ഒരുപാട് വകുപ്പുകളുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിൽ നിന്ന് അടിക്കുക. ഇതിപ്പോൾ ഇതെങ്ങാനും വല്ല യൂറോപ്പിലെ വല്ല വാർത്തയുണ്ടോ? എന്തുവായിരുന്നു ഇന്ന്? അത് മാത്രമല്ല, നമുക്കിപ്പോൾ പറഞ്ഞാൽ ഏറ്റവും വലിയ സാധ്യതയുള്ളൊരു റൂട്ടാണ് പയ്യന്നൂരിൽ നിന്ന് പുളിങ്ങോം വഴി. പയ്യന്നൂരിൽ നിന്ന് പുളിങ്ങോം വഴി, നേരെ പയ്യന്നൂർ പുളിങ്ങോം വഴി. ഇവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു ഫോറസ്റ്റ്. അതിലേക്ക് കൂടെ ഭാഗമണ്ഡലം വഴി ബാംഗ്ലൂരേക്ക്, അതായത് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ ദൂരം ബാംഗ്ലൂരേക്ക്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത കൂടി ഇവിടെ ഉണ്ട്. ഭാവിയിൽ അവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഭാഗമണ്ഡലം വഴി പാലം പണിതിട്ട് ഓൾറെഡി പാലായി. ഇനിയിപ്പോ അക്കരെ ഒരു റോഡിന്റെ ഒരു കുറവ് മാത്രമേ. അതായത് കർണാടക സർക്കാർ അവിടെ റോഡ് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല, റോഡിനുള്ള അനുമതി കൊടുത്തിട്ടില്ല. ഈ പാലം പണിതിട്ട് 20 വർഷമായി. ആ പാലം ഇപ്പൊ, അതായത് ഇപ്പൊ നമ്മൾ വെള്ളരിക്കുണ്ട് വഴി പാണത്തൂർ വഴി കറങ്ങിപ്പോണെങ്കിൽ ഒരു 100 കിലോമീറ്റർ ഉണ്ട്. അതിലെ പോയി കഴിഞ്ഞാൽ ഒരു ഏകദേശം 40 കിലോമീറ്റർ താഴെ ഉള്ളൂ. അതായത് ചെറുപുഴ പുളിങ്ങം ഭാഗമണ്ഡലം പോകണമെങ്കിൽ ഒരു 50 കിലോമീറ്റർ മേലെ ദൂരം ലാഭമാണ്. ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ടുകളുണ്ട്, അതെല്ലാം ഇനി ഒന്ന് പൊടി തട്ടി എടുക്കണം. രാവിലെ രസകരമായിട്ടുള്ള വൈബുള്ളത് നല്ല ഹില്ലേറി അല്ലേ? വിചാരിച്ചതല്ല. നമ്മളിപ്പോ ഞങ്ങൾ അവിടുത്തെ പുല്ലൂരിൽ സ്റ്റാർട്ട് ചെയ്ത ബസ് ചവിട്ടി വിട്ടങ്ങ് പോവാം. അവിടെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പട്ടണത്തെ അങ്ങോട്ട് കയറുന്നത് കുറച്ചെടുത്തൊരു ഹില്ല് കുറച്ച് ഇടയുള്ളൂ, ഒരു മല ഏറിയായിട്ടുള്ളത്. അതായത് പിന്നുള്ള കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, എരുമേലി അത്ര വലിയ ഇതല്ല. അത് ചവിട്ടി വിട്ടു പോവാ, ഇത് വിട്ടു പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വലിയൊരു കുടിയേറ്റ മേഖലയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ല. നല്ലൊരു ടെറൈൻ അല്ലേ? കർഷകരുടെ ഒരു കണക്ടിവിറ്റിയാണ്. അതായത് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് മൈസൂരൊക്കെ. ഇവിടുന്ന് മൈസൂർ, ബാംഗ്ലൂർ. നമുക്കിപ്പോൾ ചെന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ ബാംഗ്ലൂർ കണക്ഷൻ ഉണ്ട്. ട്രെയിനിന് വന്ദേ ഭാരത് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒരുപാട് കുട്ടികൾക്ക് പോകാനും വരാനും പറ്റിയ ഒരു സമയം നമ്മളിതിപ്പോൾ ചെയ്തേക്കുന്നത്. ഈ രാവിലെ പോകുന്ന സമയം ഒരുപാട് കുട്ടികൾ അവർക്ക് 12 മണിക്ക് പഠിക്കുന്ന ക്ലാസ്സിന് കയറാൻ പറ്റുന്നത്. ഇതാണ് ചിറ്റാരിക്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരുപാട് നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ വരുന്ന സ്ഥലമാണ്. ഒരു കുടിയേറ്റ മേഖലയാണ്. ഇറക്കി വിട്ട് മരമാക്കാൻ വേണ്ടി നോക്കി കിടക്കുക. സിനിമയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞായിട്ടുണ്ട്. മൈസൂരിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ ബാംഗ്ലൂരിൽ ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. നൈറ്റ് സർവീസ്, ഗോൾഡൻ ഒക്കെ പോലെ. തിരുവിതാംകൂറിൽ നിന്നൊക്കെ ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട്. ഒത്തിരി ഉണ്ട്. നമുക്ക് കാണാം, കുറേ ഒന്ന് പോയി കൊന്നക്കാട്, വെള്ളരിക്കുണ്ട്, കൊന്നക്കാട് സർവീസ് ഒരുപാട് ബസ്സുകളുണ്ട്. KSRTC പ്രൈവറ്റ് ബസ്സുകൾ ഒത്തിരി ഉണ്ട്. അല്ല, ഷാജി വന്നു നടക്കും. ഷാജി വെള്ളരിക്കുണ്ടൊക്കെയല്ലേ? ഷാജി കൊന്നക്കാട്. കൊന്നക്കാട് അല്ലല്ല, അത് നമ്മുടെ ഇവര് എടുക്കുന്ന അതായത് തന്നെ
റൂട്ട് പെർമിറ്റിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. ആ 140 വിഷയം വന്നപ്പോൾ ഒരു പെർമിറ്റ് പ്രശ്നം സോൾവ് ആയതല്ലേ? കീലേശ്ശേരി 33, ഭീമനടി 11, വെള്ളരിക്കുണ്ട് 11. ഇതിലെ അങ്ങോട്ട് തന്നെ പോകാൻ നമുക്ക്. ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ നാടെന്ന് ശബരിമല ഏറിയ കക്കി കവി ആനത്തോടെ സുഹൃത്തോട് ആ ഏറിയ റൂട്ടാണ്. പ്രോപ്പർ പ്ലേസ് എവിടെയാണ്? എന്റെ ചിറ്റാർന്നോ സുഹൃത്തോട് ചിറ്റാറില്ല. ഞങ്ങളതിലെ ഗവിക്ക് പോകുന്നത് കാട്ടിക്കൂടെ പോണേ ഞങ്ങളതിലേ പിന്നെ മറ്റേ തേക്കടി അല്ല നമ്മുടെ ഇവിടെ വണ്ടിപ്പെരിയാർ എന്നിട്ട് അങ്ങനെ കയറി പോകണം. അല്ലെങ്കിൽ എന്നാ അവിടെ പള്ളി തപ്പിയാനാണ് അല്ല പുള്ളി ഇങ്ങനെ ഇരിക്കാം. പുള്ളി എന്തായാലും അടിപൊളി പോയി പോയി എന്ത് രസം നോക്കി. റോഡല്ല നല്ല അടിപൊളി റോഡല്ലേ? ഇത് മലയോര ഹൈവേ ആണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഒരു മലയോര ഹൈവേ. ശരിക്കും ഈ റോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്ഥലം മുതൽ ഇരിട്ടി വള്ളിത്തോട് മാക്കൂട്ടം വരെ നമുക്ക് ഈ റോഡ് ഇതേവിടെ നല്ല റോഡാണ്. നല്ല റോഡല്ലേ? ചുരം റോഡ് മാത്രമാണ് ലേശം പ്രശ്നമുള്ളത്. രാവിലെ നമുക്ക് ബുക്ക് ചെയ്യാനല്ലേ പറ്റൂ. വേറെ ചിലർക്കൊക്കെ ബുക്ക് ചെയ്യൊന്നും വേണ്ട, അവർക്ക് ആളിലേക്ക് എത്തിക്കൊണ്ട് പോവാം. എന്ത് ചെയ്യാനാ? പാവം പിടിച്ച പ്രൈവറ്റുകാർക്ക് മാത്രം അങ്ങനെ ഇത് പറഞ്ഞാൽ അവർക്ക് വൻ കളക്ഷൻ എന്താ പറയുന്നത് അല്ലേ? എവിടെ നിന്ന് കയറുന്ന കയറത്തില്ല. ഓക്കെ, പക്ഷപാതം പാടില്ല. 6:55 അങ്ങനെ ഇഷ്ടപ്പെട്ടവൻ കയറട്ടെ അല്ലേ? യാത്രക്കാർക്കല്ലേ ചോയ്സ്. കൂടെ എല്ലാം അങ്ങ് കയറുവേ. അല്ല അത് ബുക്കിംഗ് ഉള്ളതാണ്. അത് പ്രത്യേകത പക്ഷെ നല്ല വിഷൻ ആട്ടോ. റിവർ റാഫ്റ്റിംഗ് ഇവിടെ നടക്കുന്നത് അല്ലേ? ഇവിടുന്ന് കണ്ണൂർ ജില്ലയിലോട്ട് കയറുക. ഓക്കെ 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 ഓക്കെ. ചിറ്റാരിക്കൽ, വെള്ളരിക്കുണ്ട്, പുളിങ്ങോ അല്ലേ? റിവർ റാഫ്റ്റിങ്ങിൻ്റെ കുറേ ബോർഡൊക്കെ ഉണ്ടല്ലോ അവിടെ. ഓക്കെ, ചെറുപുഴ ബസ് സ്റ്റാൻഡ് അല്ലേ? ചെറുപുഴ അല്ല, പത്രമൊക്കെ വായിച്ചോ? ഹാപ്പിയാണോ? കണ്ടല്ലേ? അയ്യോ വാടക ലുക്ക് അല്ലേ? അപ്പോൾ പവേർഡ് ബൈ റോബിൻ ഈസ് കമ്മിങ്, സെർവോസോണിക്. ഒരു വെറൈറ്റി ലുക്കാണല്ലേ? അയ്യോ ഒരുപാട് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഒന്നര മാസം സൂല കിടന്ന. ഹായ്, നമസ്കാരമുണ്ട്. മേ ആയി അല്ല ചേട്ടനെ വിളിക്കുന്നു ചെല്ല്. എന്നെ കൊണ്ട് പറയിക്കത്തില്ല. രാജകുമാരി, ദ ക്യൂൻ ഓഫ് ബ്യൂട്ടി അല്ലേ? കൊള്ളാലോ. അപ്പോൾ രാവിലെ ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ. ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ വന്നിങ്ങനെ വണ്ടി കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും 2,60,000 രൂപ മൊത്തം പറഞ്ഞ് മുഴിപ്പിച്ചിട്ട് പോകും. അരി അദ്ദേഹത്തിൻ്റെ ഒരു സർവീസിനെ പറ്റി പറയുകയാണ്. അതെ, പോയെന്ന് പറയുകയാണ്. എന്ത് ചെയ്യാൻ അവസ്ഥ. അവർ 3-4 പേര് ചേർന്നിട്ട് അല്ലേ? 3-4 പേര് ചേർന്ന് എടുത്തൊരു സർവീസായിരുന്നു അല്ലേ? അങ്ങനെ പറയാനാണ് ഒരുപാട് പേർക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. വല്ല കഥ പറയാനുണ്ടോ? ഏതെ സ്ലീപ്പറാണ്. ബാംഗ്ലൂരിൽ നിന്നുണ്ടോ? എറണാകുളം അല്ലേ? അങ്ങനെ ചെറുപുഴ ടൗണിൽ ദാ പോകുന്നു. അത്യാവശ്യം വലിയ ടൗണല്ലേ? ഇത് കണ്ണൂരല്ലേ? ഇവിടെ ഒരുപാട് ചങ്കുകളുണ്ട് കേട്ടോ ഇവിടെ. റോബിൻ്റെ ഗ്രൂപ്പിലുള്ള ടീമുകളാ. അമ്മനെ കൃത്യം അപ്ഡേറ്റ് വിളിച്ച് പറയുന്നത്. ഒരു ദിവസം രാത്രി രാവണൻ എന്ന് പറയുന്ന ഒരു പയ്യൻ
അവൻ്റെ ഇരട്ട പേരാ. എനിക്ക് കോൾ വന്നിട്ടോ ശ്യാമോളല്ലോ. നോക്കിയപ്പോൾ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞത്. വണ്ടി ആട്ടെ ഇന്നലെ നിന്നെ ആൾ ഇപ്പോണ്ടെന്ന് MBD പെടപ്പെടുന്നത്. ജനങ്ങളുടെ ഭയങ്കര സപ്പോർട്ടാണ്. കാര്യമില്ല, ഓരോരുത്തരുടെ അടുക്കലും ചെല്ലുമ്പോൾ ഓരോരോ കഥകളാണ് പറയുന്നത്. അങ്ങനെ എന്തായാലും ചെറുപുഴയെ നമ്മൾ വിട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകുന്ന കൂടുതൽ കാണിച്ച് വെറുപ്പിക്കുന്നില്ല. അങ്ങോട്ട് പോകുന്ന നല്ല നല്ല വൈബ് ലൊക്കേഷൻ മാത്രം കാണിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം അല്ലേ. ശ്രീ മഹാദേവ ടെമ്പിൾ അല്ലേ. നല്ല ഇതല്ലേ. ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. കൂട്ടത്തിൽ കുറുവാസംഘം ഉണ്ടോ പറയാനൊക്കത്തില്ല. ഇതേ അമ്മമാര് വലിയ ഗ്യാങ്ങാ. എവിടെയും അമ്മര് ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നതാ. പെണ്ണുങ്ങളാണ് അതിനകത്ത് ശക്തമായിട്ട് നിന്നത്. അരങ്ങം അല്ലേ. പേരൊക്കെ വെറൈറ്റി പേരുണ്ടോ അരങ്ങം. അരങ്ങം ആലക്കോട് അല്ലേ. അത്യാവശ്യം ഈ റൂട്ട് പോകാൻ അത്യാവശ്യം കാണാൻ കുറെ കാഴ്ചകളുണ്ടല്ലേ. അങ്ങനെ ആലക്കോട് വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആലക്കോട് ബസ് സ്റ്റോപ്പ്. ആലക്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ആലക്കോട് ടൗണിലേക്കുള്ള യാത്രയാണ്. എന്തായാലും തെങ്ങുതോപ്പാണ് നല്ല കൂടുതൽ. റബ്ബർ അടയ്ക്കുണ്ട് കേട്ടോ. ദൂരെ കണ്ട ഒരു പള്ളിയല്ലേ. അല്ലേ അത്യാവശ്യം നല്ല വർക്കുള്ള പള്ളിയാണല്ലോ. ഉള്ളേ പള്ളി കൊള്ളാം. ബന്ധപ്പെട്ടല്ലേ ശ്രീ ശ്രീ പയ്യാവൂർ മഹാശിവക്ഷേത്രം അല്ലേ. ഓക്കെ. കൊടകുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഓക്കെ. ഈ സ്ഥലത്തിന്റെ പേര് പയ്യാവൂർ അല്ലേ. ഇരട്ടി എത്തിരിക്കുകയാണ്. പഴശ്ശി ഡാമിന്റെ റിസർവറാണ് ഈ സാരി കാണുന്നത്. ഫാമല്ലേ. അവിടുത്തെ ആറളം ഫാമിൽ എന്തൊക്കെയുണ്ട്? അങ്ങനത്തെ ഒരു ഭാഗം ഇവിടെ ആദിവാസി ഇവിടല്ലേ ആനയുടെ എന്തോ ആറളം ഫാം. കുഴപ്പമില്ലോ, അത് തുടക്കം ബാക്കി കൊടുത്തരാം.
അതല്ല, അത് നമുക്ക് വീട്ടിൽ കൊടുക്കാം, കൃത്യമായിട്ട് കൊടുക്കാം. ഉണ്ട്. ആ അതെ, ഞാനിവിടെ നിൽക്കേണ്ട വരുമോ? എനിക്ക് വെടി പൊട്ടിക്കാതെ കളർ തീർത്ത് പൊട്ടിച്ചേക്കാം. ഒരു ഇരട്ടി വന്നു കേട്ടോ. ബസ് വരെ ഫോറസ്റ്റിന് വേണ്ടി പോകുന്നു. അതായത് ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകം ഞാൻ 2 സ്റ്റേറ്റിലെ 2 ടൂറിസം ഡെസ്റ്റിനേഷൻ തമ്മിൽ നമ്മൾ കൂട്ടിമുട്ടിക്കുകയാണ് എന്ന ഒരു ഹൈലൈറ്റ് കൂടെ ഈ ഒരു യാത്രയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മൈസൂർ വഴിയുള്ള യാത്ര പോവാണ്. മാർക്കോപോളോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങിൽ സെർവോസോണിക് മാർക്കോപോളോ സെർവോസോണിക് പവേർഡ് ബൈ റോബിൻ മൈസൂർ. റൈറ്റ്, അങ്ങനെ നമ്മൾ ഇരട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. ബാഹുബലി, അമേലിയ, ഷൈൻ സ്റ്റാർ. മൈസൂർ ബോർഡർ. അങ്ങനെ നമ്മൾ മൈസൂരിൽ തിരിഞ്ഞാണ്. അണ്ണാ, വി ആർ ഗോയിങ് മൈസൂർ. പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്തല്ലേ, ഇരിക്കുന്ന സമയത്ത് ഈ പഴശ്ശി റിസർവോയറിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഞാനും അധികം വിക്കിപീഡിയ ഒന്നും നോക്കിയില്ല. അടിപൊളി യാത്ര, അടിപൊളി മംഗലം. അങ്ങനെ നമ്മൾ സെർവോസോണിക് എന്ന് പറയുന്ന ബസ്സിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ് മാടത്തിൽ. പവേർഡ് ബൈ റോബിൻ. മൈസൂരു, കീഴപ്പള്ളി, എടൂര്. മൈസൂരിന് 150 കിലോമീറ്റർ. ഈ 150 കിലോമീറ്റർ വലിയ ടാസ്ക് പിടിച്ച യാത്രയല്ലേ? നല്ല ടാസ്ക് പിടിച്ച യാത്രയാണ് ഈ 150 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് അതിൻ്റെ ഒരു ഇരിപ്പേ. ആ, ചുരം മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കിയൊക്കെ സെറ്റാ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മളൊരു മൈസൂർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈസൂർ യാത്ര. സാരഥിയുടെ പേര് ചോദിക്കാൻ പറ്റുമോ? സാരഥിയുടെ പേരെന്താ? ജ്യോതിഷ് അല്ലേ? യോഗിയോ? ജോബി അല്ലേ? UFO എന്ന് പറഞ്ഞ വണ്ടി വരുന്നല്ലോ. പുഞ്ചിരിയുടെ UFO. അതൊരു വലിയ കമ്പനിയല്ലേ? അവിടോ റണ്ണിങ് കിട്ടാ എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അയ്യോ, ഓ സ്കൂൾ വകയാണോ ഇത്? ഞാനോട്ട് പോലീസ് വകയാണ്. ബെൻഹിൽ ഇംഗ്ലീഷ് സ്കൂൾ, CBSE ഇരട്ടി.
സെറ്റപ്പുള്ള സ്കൂളല്ലേ. അടിപൊളി റോഡാണെന്നുള്ളത് അല്ലേ. ചുരം തുടങ്ങുന്ന വരെ അല്ലേ. ഇവിടെ ചുരം വരെ എത്ര കിലോട്ടുണ്ട്? അത്രേ ഉള്ളൂ. ഓ ആ ആ നമ്മൾ ഇനി നിർത്താൻ പോകുന്നോ? ആഹാ അതെ. ഓക്കെ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കേളൻപീടിക എന്ന് പറഞ്ഞ സ്ഥലമാണ്. എല്ലാം വെറൈറ്റി പേരുകളാണ്. എൻ്റെ കിടാവേ എന്തായാലും കൊള്ളാം. ഈ സ്കൂൾ സമയത്ത് ഹെവി വണ്ടി ഓടാൻ പാടില്ലെന്നല്ലേ? ട്രക്ക് അതായത് ഈ ഇതൊന്നും അല്ലേ. എവിടെയാണ് ഫുഡ് കഴിക്കുന്നത്? അയ്യോ, രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ. ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഓൺലൈൻ പാർട്ട്നേഴ്സ് ഒരുപാടുണ്ട്. ATPയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈസൂർ നമ്പർ, ഇതാണ് ഫോൺ നമ്പർ കേട്ടോ. ബുക്കിംഗ് നമ്പർ ഇത് മൈസൂരെ സെർവോണിക്ക്, ഇത് ബുക്കിംഗ് നമ്പർ കാര്യങ്ങളൊക്കെ. ഹൈവേ ആപ്പുണ്ട്, ഹൈവേ, റെഡ് ബസ്, ഗോയിവോ, മേക്ക് മൈ ട്രിപ്പ്. ഇത് ടാറ്റയുടെ ഇതാണ് കേട്ടോ, മാർക്കോ പോളോ, സെർവോണി കമ്പനിയുടെ ഇത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുകയാണ് കേട്ടോ. ഹൈവാ ചേച്ചിയേ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫുഡാണോ? ഹാപ്പിയാണോ? ഓക്കെ. ഹൈ, ഓ നല്ല ലുക്കാണല്ലോ സംഭവം. നല്ല ലുക്കാണല്ലോ കളിയാ. ആ അടിപൊളി ലുക്ക് കേട്ടോ. നല്ല പൂരി നല്ല എന്താ ഇത്, എന്തായാലും ബാജി, ഉരുളക്കിഴങ്ങ് ബാജിക്കറി. ആ അപ്പോൾ ഞങ്ങൾ ഇവരുടെ കിച്ചണാണ്, അടിപൊളി കിച്ചണാട്ടോ. ഇവിടെ നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ കിച്ചണാണെന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചോട്ടോ. ചേച്ചി എന്നാ പറഞ്ഞു? ചേച്ചി പറഞ്ഞു എല്ലാം അലങ്കൂടപ്പെട്ട് കിടക്കില്ലേ, രാവിലെ പണിയൊക്കെ അല്ലേ, ജോലിയല്ലേ, അപ്പോൾ എന്താ കാണിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ ഇതാ മാറും. കൊള്ളാല്ലേ സംഭവം സെറ്റാ. ഇനി ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളൂ മറ്റേ ചുരത്തിലേക്ക് അല്ലേ? വേണം 6 കിലോമീറ്റർ ഉള്ളൂ ചുരത്തിലേക്ക്. സോ വെയിറ്റിംഗ് ടു തൊപ്പി കിടന്നൊന്നും വിചാരിക്കില്ല. കിച്ചനകത്ത് കയറുന്നതിന് മുൻകരുതലായിട്ട് വെച്ചതാണ്. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ ഇനി ചുരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അതല്ല എൻ്റെ ഒരു ഇത്. സന്തോഷമല്ലേ? ഓക്കെ, അവിടെ കയറി ഫുഡ് കഴിച്ചു. കേൾക്കാം. അപ്പോൾ AC ഒക്കെ ഇട്ട് കൊടുത്ത് വണ്ടി ഇരിക്കണം. വെള്ളരിക്കുണ്ട് മൈസൂർ. ഇതന്നെ ഈ കിഴുത്താ ഇവിടെ ഹോൾട്ടേക്ക് ഏന്നല്ലേ. അപ്പോൾ പവേർഡ് ബൈ റോബിൻ, ദ ഗ്രേറ്റ് ബസ് ഈസ് ഗോയിങ് ടു. നമ്മളിനി 3-4 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ആ ചുരത്തിലേക്കാണ്. അത് നല്ല വേദനയാണ്. അപ്പോൾ ഇടത്തുകാലം വെച്ച് കയറല്ലേ, അല്ല വലത്തുകാലം വെച്ച് കയറാൻ. ധാരാവീസോ ഓക്കെ അല്ലേ? ഹാപ്പിയാണല്ലോ? കൊള്ളാം. സെറ്റ് ഫുഡാണ്, നല്ല ഫുഡാണ്. അപ്പോൾ വരുന്നവരൊക്കെ ഈ വഴിക്ക് വരുവാണ്. ഇരട്ടിയിലുള്ളവർ കുറേ പേരൊക്കെ ഉണ്ട്. അച്ചാർ വിറ്റവന്മാരൊക്കെ അച്ചാറൊക്കെ തീർന്നതാവും. ആ പറ്റി അച്ചാർ കാരണം ലോകത്ത് മൊത്തം ഫേമസ് ആയി. എന്നിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് റോബിൻ ബസ്സിനെയും മില്ലുകാരനെയും ഇങ്ങനെ വെച്ച് കമ്പയർ ചെയ്യാം. എന്ത് ചെയ്യാൻ? എനിക്ക് ഉറപ്പ് വേണം ബൈ, കുറിപ്പിൻ്റെ ഉറപ്പ് വേണം ബൈ. ഉറപ്പില്ലാത്തവന്മാരൊന്നും ആ കാറ്റഗറിയിൽ കമൻറ്റ് ബോക്സിൽ പോലും വരാൻ പാടില്ല. ആണ് ചില അമ്മാരുടെയൊക്കെ വേണ്ടി പോകുന്നത്. ഏതോ വലിയ അമ്മമാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. യോ അവിടെ എനിക്ക് വന്നിട്ട് വേണം. നമ്മുടെ ഒരു ടീമുണ്ട് അവിടെ, ഒരു അജിത്താശൻ എന്ന് പറയും. പുള്ളിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അജിത്താശൻ അറിയോ? അവിടെ നമ്മുടെ വീടിനടുത്ത്. ആ ഇവിടെ സ്വിച്ച് ഉണ്ട് കേട്ടോ. ആ ഞെക്കി കഴിഞ്ഞാൽ കീക്കി അടിക്കുന്ന സൗണ്ട്. പുള്ളിക്ക് ഇതാ ലക്ഷ്യമാണ്. ചുരം കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പോകില്ലല്ലേ. ആ ഇതാണോ? ചോദിച്ചു. പിന്നെ അടിപൊളി റോഡല്ലേ, രക്ഷയില്ലാത്ത റോഡാണ്.